മറ്റൊരു റിയാക്ഷൻ പഠിക്കാം. റിയാക്ഷൻ വിത്ത് അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ്. അപ്പോൾ അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിനെയാണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അമീൻസുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇവിടെ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ഹിൻസ്ബർഗ്സ് റിയേജന്റ്. പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ എന്നിവയുമായിട്ട് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുകയും അങ്ങനെ സൾഫോണമൈഡ്സ് എന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻസ് undergo reaction with benzene sulfonyl chlorides and give corresponding sulfonamides. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൈമറി അമീൻ അരയിൽ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കൂ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൈമറി അമീൻ കൺസിഡർ ചെയ്തിരിക്കുന്നു, C2H5NH2 എഥനമീൻ എന്ന പ്രൈമറി അമീനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഹിൻസ്ബർഗ്സ് റിയേജന്റ് ആയിട്ടുള്ള ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുക? ഇവിടെ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് പ്രൈമറി അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു HCl മോളിക്യൂൾ അങ്ങ് എലിമിനേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് സൾഫോണമൈഡ് എന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഉണ്ടാകുന്ന സൾഫോണമൈഡ് N-ethyl ബെൻസീൻ സൾഫോണമൈഡ് ആണ്. ഈ N-ethyl ബെൻസീൻ സൾഫോണമൈഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സോല്യൂബിൾ ഇൻ ആൽക്കലി. ആൽക്കലിയിൽ വളരെ ഈസി ആയിട്ട് സോല്യൂബിൾ ആകുന്ന ഒരു കോമ്പൗണ്ടാണ് N-ethyl ബെൻസീൻ സൾഫോണമൈഡ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സൾഫോണമൈഡ് ആൽക്കലിയിൽ സോല്യൂബിൾ ആവുന്നത്? അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹൈഡ്രജൻ അറ്റാച്ച്ഡ് ടു ദിസ് നൈട്രജൻ ഈസ് സ്ട്രോങ്ലി അസിഡിക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ദാറ്റ് ഈസ് സൾഫോണൈൽ ഗ്രൂപ്പ്. ഇവിടെ ഈ കോമ്പൗണ്ടിൽ നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം ഹൈലി അസിഡിക് ആണ്. എന്താണ് ഇത് ഹൈലി അസിഡിക് ആവാനുള്ള കാരണം? വളരെയധികം ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറുള്ള സൾഫോണൈൽ ഗ്രൂപ്പ് തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ നൈട്രജൻ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ വളരെയധികം അസിഡിക് ആയിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ട് അസിഡിക് ആണ്. അതിനാൽ ഈ കോമ്പൗണ്ട് വളരെ ഈസി ആയിട്ട് ആൽക്കലിയിൽ ഡിസോൾവ് ആകുന്നു. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രൈമറി അമീൻ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് സൾഫോണമൈഡ് എന്ന കോമ്പൗണ്ട് ലഭിക്കുന്നത്. പ്രൈമറി അമീനും സെക്കൻഡറി അമീനും ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കറസ്പോണ്ടിങ് സൾഫോണമൈഡ് നൽകുന്നു അല്ലേ? എന്നാൽ ടെർഷ്യറി അമീൻ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ളൊരു മെത്തേഡായിട്ട് ഈ ഒരു റിയാക്ഷനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് മാത്രവുമല്ല, ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി സെപ്പറേഷൻ ഓഫ് എ മിക്സ്ചർ ഓഫ് അമീൻസ്. ഒരു മിക്സ്ചർ ഓഫ് അമീനിൽ നിന്നും പ്രൈമറി, സെക്കൻഡറിയെയും ടെർഷ്യറിയെയും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു മെത്തേഡായിട്ടും ഈ റിയാക്ഷൻ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന റിയേജൻറ്റ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ അരൈൽ സൾഫോണിയം ക്ലോറൈഡ്. ഈ റിയാക്ഷൻ നമ്മൾ ഉപയോഗിച്ച് വരുന്ന റിയേജൻറ്റ് ഹിൻസ്ബർഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ അരൈൽ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന റിയേജൻ്റ് ആണ് അല്ലേ? എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ റിയേജൻറ്റിന് പകരമായിട്ട് പാരാടോളുവിൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന റിയേജൻറ്റും ഉപയോഗിച്ച് വരുന്നുണ്ട്.